പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് തൻ്റെ സമ്പത്തും തൻ്റെ ആരോഗ്യവും ഒത്തുവരികയാണെങ്കിൽ തീർച്ചയായും നിർബന്ധമായും ആ വിശ്വാസി ഹജ്ജ് ചെയ്യണം എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ് അറഫ സംഗമം എന്നുള്ളത്. ഒരു വ്യക്തിയുടെ ശരീരത്തിലെ അദ്ദേഹത്തിൻ്റെ തലയ്ക്കോ അല്ലെങ്കിൽ ഹൃദയത്തിനോ എത്രയേറെ പ്രാധാന്യമുണ്ടോ അത്രയേറെ പ്രാധാന്യം തന്നെയാണ് ഹജ്ജ് കർമ്മത്തിലെ അറഫ സംഗമത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നു, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അറഫയാണ് എന്നാണ്. അപ്പോൾ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നു അറഫ ദിനത്തിന്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, അന്നത്തെ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന്. മാഷാ അല്ലാഹ്. ദുൽഹജ്ജ് 9-നാണ് ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്നത്. അന്ന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. നമ്മൾ ചെയ്തിരുന്ന സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സുന്നത്ത് നോമ്പാണ് അറഫ നോമ്പ്. അറഫ ദിനത്തിൽ ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന സമയത്ത് മറ്റ് ഹാജിമാരല്ലാത്ത ആളുകളെ നോമ്പെടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ അറഫ നോമ്പെടുക്കുന്ന സമയത്ത് നമുക്ക് മുൻപുള്ള വർഷത്തെ പാപങ്ങളും അതിനുശേഷമുള്ള വർഷത്തെ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരുമെന്ന്. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് 2 വർഷത്തെ പാപങ്ങൾ നമുക്ക് പുറത്തു കിട്ടുക എന്ന വലിയൊരു അനുഗ്രഹം, വലിയൊരു ഓഫർ ഇനി കിട്ടാനുണ്ടോ? അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇങ്ങനെ പറയുന്നു, അറഫ ദിനത്തേക്കാൾ കൂടുതലായി നരകവാസികളെ മോചിപ്പിച്ച ഒരു ദിവസം ഇല്ല എന്ന്. അത്രയും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് അറഫ ദിവസം. ആ അറഫ ദിവസത്തിലെ നോമ്പും ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് തന്നെയാണ് മറ്റു നോമ്പുകളിൽ വെച്ച്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഈ അറഫ ദിനത്തിൽ നോമ്പ് നോൽക്കുകയും ദുആകൾ വർദ്ധിപ്പിക്കുകയും തസ്ബീഹുകൾ ചെയ്യുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ, അത്തരത്തിൽ നല്ല വിശ്വാസികളായി മാറാൻ സാധിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.